നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ മാധ്യമം പത്രത്തിലൊരു അഭിമുഖം വന്നിരിക്കുകയാണ്. നമ്മുടെ CPM-ൻ്റെ അഖിലേന്ത്യാ നേതാവ് ബൃന്ദ കാരാട്ടുമായിട്ട് നടത്തിയിരിക്കുന്ന അഭിമുഖമാണ്. അവരോട് പ്രധാനമായിട്ടും നിരവധി ചോദ്യങ്ങളുണ്ട്. എങ്കിലും ആദ്യത്തെ ചോദ്യം, അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഈ FCRAയുമായി ബന്ധപ്പെട്ട് ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ FCRA എന്ന് പറയുന്നത്, FCRA ഭേദഗതി സഭകളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് എന്നാണ് ബൃന്ദ കാരാട്ടിൻ്റെ മറുപടി. മുമ്പില്ലാത്ത ഒരു സഭാ സ്നേഹം CPM-നും ബൃന്ദ കാരാട്ടിനും ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണ് സാർ അതിന് കാരണം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ബൃന്ദ കാരാട്ട് ബംഗാളിൽ നിന്നല്ലേ വരുന്നത്? അതെ. ബംഗാളിൽ ഈ സംഭവം ഇല്ല. 33 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുകയും ബൃന്ദ കാരാട്ടിനെ പോലുള്ള നേതാക്കന്മാർക്ക് രൂപം കൊടുക്കുകയും ചെയ്ത പാർട്ടി ഇന്ന് ബംഗാളിൽ ഇല്ല. ബംഗാൾ അസംബ്ലിയിൽ ഒരാൾ പോലും ഇല്ല, ഒരു MLA പോലും ഇല്ല. എന്തുകൊണ്ടാണ് ബംഗാളിൽ അത് സംഭവിച്ചതെന്ന് ആദ്യം ബൃന്ദ കാരാട്ട് മനസ്സിലാക്കണം. ഈ അഭിമുഖം കൊടുക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സിസ്റ്റമുണ്ട്. അതായത് താഴെ തട്ടിൽ തൊട്ടുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി തൊട്ടുണ്ട്. വിമർശനവും സ്വയം വിമർശനവും നടത്തണം. എനിക്ക് പിന്നെ താങ്കളെ വിമർശിക്കാൻ അവകാശമുണ്ട്, പക്ഷെ ഞാൻ സ്വയം വിമർശനം നടത്തണം. എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഇന്ന കാരണങ്ങളുണ്ട്, എൻ്റെ പരിമിതിയാണ്. മറ്റേയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പം ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനമുണ്ട്, സ്വയം വിമർശനമില്ല. ഞാൻ ബൃന്ദ കാരാട്ടിൻ്റെ മാധ്യമത്തിൽ വന്ന ഈ അഭിമുഖം മുഴുവൻ വായിച്ചു നോക്കി. ബൃന്ദ കാരാട്ടിന് അവർ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? അതെ. അപ്പോൾ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പത്രത്തിന് അഭിമുഖം കൊടുത്ത് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ ആ ലെവലിൽ നിന്ന് വേണം സംസാരിക്കാൻ. ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പദവിയുടെ മഹത്വം സൂക്ഷിക്കണം. വായനക്കാരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ട്രിക്കി ക്വസ്റ്റ്യന് ട്രിക്കി ആൻസർ പറയാം, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ വായനക്കാരെല്ലാം വിഡ്ഢികളാണെന്ന് കരുതരുത്. ഒരു ചോദ്യത്തിന് ശരാശരി മാർക്ക് പോലും കിട്ടാത്ത ഉത്തരം പറഞ്ഞാൽ അത് നിർഭാഗ്യമല്ലേ? അപ്പം ഞാൻ അഭിമുഖം വായിച്ചപ്പോൾ ശരാശരി മാർക്ക് കിട്ടാത്ത ഒരുപാട് ഉത്തരങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ചോദ്യം തുടങ്ങിയത് തന്നെ FCRAയുടെ FCRA ചോദ്യം തുടങ്ങുന്നതിൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രി. അവിടെ എനിക്ക് ഒന്ന് ക്ലിപ്പ് വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്ത് വേണേലും പറയാം. പക്ഷെ വനിതകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ വനിതാ മുഖ്യമന്ത്രി? വനിതയുടെ താല്പര്യം സംരക്ഷിക്കാത്തൊരു മുഖ്യമന്ത്രിയുടെ പേര് പറ. വനിതയുടെ താല്പര്യം സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലയോ? വേറെ ഒക്കെ അങ്ങ് വിട്ടുവര്. EMS വനിതയുടെ താല്പര്യം സംരക്ഷിച്ചില്ലയോ? EK നായനാർ സംരക്ഷിച്ചില്ലയോ? BS അച്യുതാനന്ദൻ സംരക്ഷിച്ചില്ലയോ? പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി എന്തോ വനിതയുടെ താല്പര്യം പ്രത്യേകമായി സംരക്ഷിച്ചത്? ചോദ്യം അതല്ലല്ലോ. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, KK ശൈലജ എന്ന ഒരു നേതാവ് കണ്ണൂരിൽ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് വളരെയധികം ജനസമ്മതിയുണ്ട്. അവർ ആരോഗ്യവകുപ്പ് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ഇതാണ് അതിൻ്റെ ബേസിക് റീസൺ. അതാണ് അതിൻ്റെ മറുപടിയാണ്. പക്ഷേ അതിന് പറഞ്ഞ മറുപടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വനിതകൾക്ക് വേണ്ടി പോരാടുന്നൊരു മുഖ്യമന്ത്രിയാണ് നിലവിൽ കേരളത്തിലുള്ളത്. വനിതാ മുഖ്യമന്ത്രി വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വനിതാ മുഖ്യമന്ത്രി സംബന്ധിച്ച വിഷയം എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്? 2051 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. എന്നാ ചർച്ച ചെയ്യേണ്ടത്? തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴല്ലേ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ സഖാവ് ഒരു മറുപടി പറയുമ്പോഴേ ഈ മറുപടി കറക്റ്റ് അല്ല. അരി എത്രാന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴിന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ഗണപതിക്ക് വെച്ച് തന്നെ കാക്ക കൊണ്ടുപോയി. അതാണ് രണ്ടാമത്. പിന്നെ ആര് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം FCRA കുറിച്ചുള്ള ചോദ്യമാണ്. FCRA കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ FCRA കുറിച്ചുള്ള ചോദ്യം ഇതാണ്: FCRA ഭേദഗതി രാജ്യത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്, അതിനെ എങ്ങനെ നോക്കിക്കാണും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതിന് വളരെ സിമ്പിളായിട്ട് ഒന്നുമില്ല. അതിന് മറുപടി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒന്നാണ് ഈ നിയമം എന്നാണ്. അത് വഖഫ് ഭേദഗതി ബിൽ പോലെ തന്നെ ആണ് ഇത്. വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ നിൽക്കുന്നു, FCRA ഇവിടെ നിൽക്കുന്നു. മുനമ്പത്ത് സമരം ചെയ്ത ആളുകൾ അങ്ങനെയാണെങ്കിൽ പോയി അവരെന്താ ചെയ്യേണ്ടത്? മുനമ്പത്ത് സമരം ചെയ്തത് വഖഫിന് വേണ്ടിയായിരുന്നല്ലോ. വഖഫ് നിയമം കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായ നിയമമായിരുന്നു. ഒരുത്തൻ ചെന്ന് പറയുകയാണ് അവൻ്റെ ഇത് വഖഫ് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. റെഡ് ഫോർട്ട് വഖഫാണ്, താജ്മഹൽ വഖഫാണ്, ഇന്ത്യൻ പാർലമെന്റ് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞു. ഇതെന്താ ഈ പറയുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യത്ത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വഖഫ് നിയമം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞല്ലോ, 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കും
എന്ന് Popular പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞില്ല, കറക്റ്റാണ്. 2047 പ്രഖ്യാപിച്ചാൽ മതി ഇന്ത്യ വഖഫ് സ്വത്താണ്. നമ്മൾ പിന്നെ എല്ലാം കുടികിടപ്പുകാരെ വഖഫിന്റെ. എന്തായി പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ, ലോജിക്ക്. ഇത് സംസാരിക്കുന്നത് വൃന്ദാക്കാരാട്ട് പത്രത്തിലൂടെ സംസാരിക്കുന്നത് സാക്ഷരത നേടി 1990-കളിൽ സാക്ഷരത നേടിയ സംസ്ഥാനത്തെ ജനതയോടാണ്. അഭ്യസ്തവിദ്യരായ ധാരാളം ചെറുപ്പക്കാരുള്ള ഒരു സംസ്ഥാനത്താണ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ആൻസർ. പിന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം, ചർച്ചിനെയും സഭകളെയും ബ്ലാക്ക് മെയിൽ ചെയ്താണ് FCRA പാസ്സാക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് പിന്നെ ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ആരെയും എന്തെങ്കിലും തെറ്റ് ചെയ്യണ്ടേ? അതെ, ഞാൻ ചെയ്ത ഒരു കുറ്റം അങ്ങേക്ക് അറിയാമെങ്കിൽ എന്നെ ബ്ലാക്ക് മെയിൽ ഒക്കത്തുള്ളൂ അല്ലേ? അപ്പൊ കുറ്റവാളിയെ മാത്രം പുറത്തറിയാത്ത വളരെ രഹസ്യമായി ഞാൻ ചെയ്ത ഒരു കുറ്റം, ഒരു തെറ്റ്, അതറിയുമ്പോഴാണല്ലോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അതിനകത്ത് ബ്ലാക്ക് മാർക്ക് വരുമ്പോഴല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പൊ സഭ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്? അവരവരുടെ കാര്യങ്ങളങ്ങ് നടത്തിപ്പോയാൽ പോരെ. അവർ ചെയ്ത കുഴപ്പങ്ങളൊക്കെ എന്തിനാ പറയുന്നത്? ആണല്ലോ ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ സഭ കുഴപ്പക്കാരാണെന്നാണ് വൃന്ദാക്കാരാട്ട്. സഭ കുഴപ്പക്കാരും കുറ്റവാളികളും ചതിയന്മാരും ഒക്കെ ആണ് എന്ന് പറയാതെ പറഞ്ഞു എന്നാണ് ഈ അഭിമുഖം നോക്കിയാൽ എനിക്ക് തോന്നുന്നത് മാത്രമാണ്. പിന്നെ പറയുന്നത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതെ ഞാൻ പറഞ്ഞത്, ആ നിയമ ഭേദഗതി വായിച്ചാൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളൊന്നും ആരും പിടിച്ചെടുക്കുന്നൊന്നുമില്ല. വിദേശത്ത് നിന്നെത്തിയ പണത്തിന് കൃത്യമായി കണക്ക് കൊടുക്കണം. ആ കണക്ക് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, പിന്നെ സഭ ഒന്നി കണക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കണ്ണൂർ സെക്രട്ടറി പറഞ്ഞില്ലേ KK രാജേഷ്, കണക്കൊക്കെ പൈസയൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, കണക്ക് തന്നെ സൗകര്യമില്ല. എത്ര സിമ്പിൾ മറുപടിയാണ്. പിന്നെ ചോദ്യമില്ല, കണക്ക് തരാൻ സൗകര്യമില്ല, അതാണ് എൻ്റെ മറുപടി. അത് സഭയ്ക്ക് പറഞ്ഞാൽ നിൽക്കുമോ ഇന്ത്യ പോലൊരു രാജ്യത്ത് നിയമാനുസൃതമായൊരു ബില്ല്? അപ്പം FCRA ഭേദഗതിയെ വൃന്ദാക്കാരാട്ടിനെ പോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അതിനെ എതിർക്കണമെങ്കിൽ കൃത്യമായി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് എതിർക്കണം, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച്. ഇത്തരം ഒരു ഉപരിപ്ലവമായൊരു മറുപടി പറയാൻ പാടില്ലായിരുന്നു. തെറ്റിദ്ധാരണാജനകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അതുപോലെ തന്നെ ഈ അഭിമുഖത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അങ്ങ് ചർച്ച ചെയ്ത രണ്ട് വിഷയത്തിലും വൃന്ദാക്കാരാട്ടിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം CPM SDPI ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. അതിന് വളരെ എങ്ങും തൊടാത്ത ഒരു മറുപടിയാണ് വൃന്ദാക്കാരാട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? CPI SDPI ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനായിട്ടാണ് കണ്ടത്, ദേഷ്യപ്പെട്ടു. അപ്പം അതിന് മറുപടി പറഞ്ഞ പോലെ ഞങ്ങൾ ബന്ധമുണ്ടെന്ന് പറയാൻ തെറ്റെന്താണ്? അല്ലെങ്കിൽ ബന്ധമില്ല എന്ന് വലിയ ബന്ധമില്ല എന്ന് പറ. ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നത്. അവസാനം അവർ സ്വയം വിഡ്ഢികളാകുകയാണ്. ജനത്തിനെ വിഡ്ഢിയാക്കാൻ ഇറങ്ങി തിരിച്ചുള്ള കേരളത്തിലെ സകല രാഷ്ട്രീയ നേതാക്കന്മാരും സ്വയം വിഡ്ഢികളായിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇന്ന് വരെയുള്ള ചരിത്രം വെച്ച് ഓരോരുത്തർ എങ്ങനെ ജനത്തിനെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചു, എങ്ങനെ അവർ സ്വയം വിഡ്ഢികളായി എന്നുള്ള കാര്യം പറയാം. പക്ഷെ അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ചോദ്യം ഇതാണ്, LDFന് SDPI ബന്ധമുണ്ടെന്ന രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം സംബന്ധിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും നുണനിർമ്മാണ യൂണിറ്റുകളാണ് നടത്തുന്നത്. എന്ത് ആൻസർ ചെയ്ത്? സത്യനിർമ്മാണ ക്യാപ്സ്യൂളുകളാണെന്നോ CPM നടത്തുന്നത്? ഞങ്ങളൊക്കെ നടത്തുന്ന സത്യനിർമ്മാണ ക്യാപ്സ്യൂൾ, പരമമായ സത്യം ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ഞങ്ങൾ തരുന്നുണ്ട്. ഈ സത്യ ക്യാപ്സ്യൂളുകൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും നുണയാണ്. ഇതിനകത്ത് എന്ത് നുണയായിരിക്കുന്നത്? SDPI ആയിട്ട് ബന്ധമുണ്ടോ? SDPI ആയിട്ട് ബന്ധമില്ല. ഇതല്ലേ പറയേണ്ടത്? യെസ് ഓർ നോ അല്ലേ ഈ ചോദ്യത്തിന് ആൻസർ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതിന് വേറെ ആൻസർ ഒന്നും ഇല്ല. നുണനിർമ്മാണ യൂണിറ്റുകളുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ. SDPI ബന്ധമുണ്ടോ എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ സത്യം വൃന്ദാക്കാരാട്ടിന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണോ വൃന്ദാക്കാരാട്ട്? അത് ശരിയല്ലല്ലോ സർ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഒരു നമുക്ക് മൊത്തത്തിൽ ഒന്ന് എടുക്കുമ്പോൾ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. അത് വൃന്ദയോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ LDFൻ്റെ യഥാർത്ഥ ശത്രു ആരാണ്? രാഷ്ട്രീയ എതിരാളി ആരാണ്? അത് UDF ആണോ BJP ആണോ? ഇതിനെന്ത് മറുപടിയാണ് ഈ വൃന്ദാക്കാരായിട്ട് പറയുക? അത് വൃന്ദാക്കാരായിട്ട് പ്രശ്നമുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വാളയാർ വരെ കോൺഗ്രസ് ആണ് ശത്രു, വാളയാറിനപ്പുറം കഴിഞ്ഞാൽ BJP ആ ശത്രു. വാളയാറിനപ്പുറം അല്ല പിന്നെ ഇന്ത്യ സഖ്യത്തിൽ. അതെ, ഇന്ത്യ സഖ്യത്തിൽ നിന്നല്ലയോ 5 സീറ്റ് തമിഴ്നാട്ടിൽ കിട്ടിയത്, രാജസ്ഥാനിൽ കിട്ടിയത്. അപ്പോൾ രാജസ്ഥാനിലൊരു MP ജയിക്കാൻ തന്നെ കാരണക്കാരും ഈ കോൺഗ്രസ് കൊടുത്ത
പിന്തുണയാണ്. അതെ. കോൺഗ്രസ് കൊടുത്ത ദാനമാണ് ആ സീറ്റ്. അത് പറയുന്ന അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ സത്യസന്ധത. അതാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ നേതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയ സത്യസന്ധതയാണ്. രാഷ്ട്രീയ സത്യസന്ധതയുള്ള നേതാക്കന്മാർക്ക് ഒരു ജനതയെ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും യഥാർത്ഥ ശത്രുവുണ്ട്, മുഖ്യ ശത്രുവുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഞങ്ങളുടെ മുഖ്യ ശത്രു ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. അത് കാൾ മാർക്സിന്റെ കാലം തൊട്ട് കുത്തക മുതലാളി ബൂർഷ്വാസിമാർ അവരുടെ പിന്നെ മുഖ്യ ശത്രു തന്നെയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാം പെറ്റി ബൂർഷ്വായും പിന്നെ തകർത്ത് പിന്നെ ബൂർഷ്വാരുടെ അടുത്തോട്ടൊക്കെ പോകുന്ന ചില പരിപാടികൾ വരുന്നത്, ഫാസിസം ഒക്കെ വരുന്ന അവിടെയാണ്. പിന്നെ അവർ തന്നെ ഞങ്ങൾക്ക് ഫാസിസ്റ്റുകളായ പിന്നെ ആ പ്രശ്നമില്ല. ശത്രു എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി, പിന്നെ ശത്രു ഇല്ലാതായി. ഇപ്പോഴും അങ്ങനെയാണ്. അവരും പെറ്റി ബൂർഷയൊക്കെ ആയപ്പോൾ ശരിക്കുള്ള ബൂർഷമാരൊക്കെ എവിടെയോ പോയി കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നേരെ പോയി നിൽക്കേണ്ടത് കണ്ണാടിയുടെ മുന്നിലാണ്. അവിടെ പ്രതിബിംബിച്ച് കാണാൻ യഥാർത്ഥ ശത്രു ആരാണ്, അതാണ് സത്യം. പക്ഷെ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ യഥാർത്ഥ ശത്രു എന്നെ പറയുന്നത്? വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്ന നുണ പ്രചരിപ്പിക്കുന്ന എല്ലാ കക്ഷികളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശത്രുക്കളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നെല്ലാം സത്യസന്ധരായ ആളുകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് നുണ പ്രചരിപ്പിക്കുന്നവരോ? അപ്പം നുണ പ്രചരിപ്പിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നാൽ അവർ സത്യസന്ധരാണ്. അവരെപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് പുറത്തു പോകുന്നു അപ്പോൾ അവർ അസത്യവാദികളും പ്രചാരകന്മാരുമായിട്ട് മാറും. വർഗീയത ഏതാണ്ട് തീരുമാനിക്കുന്ന പണ്ട് നമ്പൂരിപ്പാടായിരുന്നു. നമ്പൂരിപ്പാട് ഇന്ന പാർട്ടികളെല്ലാം വർഗീയ പാർട്ടികൾ. ലീഗിനെ ഒപ്പം കൂട്ടിയോ പറഞ്ഞു ലീഗിന് വർഗീയതയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയോ പറഞ്ഞു കേരള കോൺഗ്രസിന് വർഗീയതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഒരു പ്രസ്ഥാനത്തിൻ്റെ അന്ത്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ അവസാനത്തെ ഭാഗമാണ് ഈ അഭിമുഖം. ഈ അഭിമുഖം വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നിയത്. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, അത് ഒരു വനിതാ പ്രവർത്തക, വളരെ സീനിയർ നേതാവ്, ഒരിക്കലും ശ്രീമതി ബൃന്ദ കാരാട്ട് ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റിയുള്ള ഉത്തരം, ഇതൊരു ഒളിച്ചോട്ടം പോലെയായി. അതുകൊണ്ട് ഒരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വന്ന് പെട്ട അപജയത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ബൃന്ദ കാരാട്ടിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ. ഇത് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പാർട്ടി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് എന്നുകൂടി ബൃന്ദ കാരാട്ടിന്റെ വാക്കുകൾ പറയാതെ പറയുന്നില്ലേ? തീർച്ചയായിട്ടും. ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വന്നാൽ എന്താണ്? ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വന്നാൽ ഉത്തരം മുട്ടി എന്നല്ലേ? ശരിക്കും ഉത്തരം മുട്ടി. ആ ചോദ്യത്തിന് ഉത്തരം മുട്ടി, അതാണ് അതിന്റെ സിമ്പിളായ കാര്യം. ഇന്റർവ്യൂവിൽ ഉത്തരം മുട്ടി, തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഉത്തരം മുട്ടുന്ന തോൽവി സമ്മതിക്കുമ്പോഴാണല്ലോ. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.